കടുത്ത ചൂടാണ്. മെയ് മാസം തുടങ്ങാൻ പോകുന്നു, ഏപ്രിൽ മാസം അവസാനം. എങ്കിൽ പോലും രതീഷിന്റെ ഈ വള്ളി എല്ലാം നല്ല ഫ്രഷാണ്, അതുപോലെ അരിമ്പ് തെളിഞ്ഞിട്ടുണ്ട് ചെടി. ഇപ്പൊ നമ്മുടെ കർഷകർക്ക് ഇതുപോലെ ഹെൽത്തി ആയിട്ട് ചെടിയും അതുപോലെ വള്ളി ഒന്ന് തെളിയാൻ എന്താ ചെയ്യുന്നത്? ഇപ്പം ശരങ്ങള് ചൊറി കയറാൻ നോക്കണം, അതാണ് പ്രധാനമായിട്ട്. ഓക്കെ. എല്ലാ തണ്ടുവരപ്പിന്റെ കൂടെയും ചൊറിയുടെ മരുന്ന് ചേർത്തടിക്കണം. അത് തണ്ടുവരപ്പിന് ചൊറിക്കൂടെ ചേർന്ന് വരുന്ന മരുന്നുകളുണ്ടെങ്കിൽ അതിന്റെ ആവശ്യമില്ല. അല്ലാത്ത മരുന്നുകൾ അടിക്കുന്നവര് അങ്ങനെ ചൊറിക്ക് അങ്ങനെയൊക്കെ അങ്ങനെയുള്ളതിനൊക്കെ കുഴപ്പമില്ല, അത് ചേർത്തടിക്കണ്ടായിരിക്കും. അല്ലാതെ തനി അടിക്കുന്ന ആളുകൾ ചൊറിയുടെ മരുന്ന് ചേർത്തടിക്കുക. പിന്നെ ഇതുപോലെ ഇങ്ങനെ ശരം പരമാവധി തെളിഞ്ഞു നിൽക്കാൻ വേണ്ടിയിട്ട് നമ്മള് തണ്ടുവരപ്പിന് മരുന്നടിക്കുന്ന കൊടുത്ത് ചൊറിയുടെ മരുന്ന് അടിക്കുക. അപ്പൊ പിന്നെ ചില മരുന്നുകളൊക്കെ, പുതിയ മരുന്നുകളൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചൊറിക്കൂടെ കൂടിയിട്ടുള്ള അപ്പൊ അങ്ങനെ വരുന്ന മരുന്നുകളിലും തണ്ടുവരപ്പിന് ചിലപ്പോ ഒരു കുറച്ച് ദിവസം നമുക്ക് 10, 25 അല്ലെങ്കിൽ 30 ദിവസമൊക്കെ ചിലപ്പോൾ കിട്ടുന്നുണ്ടാവും. അന്നേരത്ത് ചൊറിക്ക് അത്ര അത് വരത്തില്ല. അത് ആളുകൾ ശ്രദ്ധിച്ചിട്ട് എന്തെങ്കിലും ശരത്തിന് പ്രശ്നങ്ങളുണ്ടെങ്കിൽ അന്നേരം അതിനും മരുന്ന് അടിച്ചു കൊടുക്കണം. ഇപ്പൊ വേനക്കെന്ന് പറയുമ്പോൾ നമ്മൾ കാലാവസ്ഥ ചിലപ്പോ ഒരു ഇടയ്ക്കൊരു മഴ പെയ്യോ ഒക്കെ ചെയ്ത് കഴിയുമ്പോൾ ചിലപ്പോൾ നമ്മൾ ഈ പറയുന്ന അത്ര കുറെ കാലത്തേക്ക് നമുക്ക് ചിലപ്പം തണ്ടുവരപ്പിന്റെ മരുന്നിന് ഒരു 30-40 ദിവസം എന്ന് പറയുന്നത് ചിലപ്പോൾ അത്ര ഒന്നും കിട്ടില്ല. അത് നമ്മളെല്ലാവരും അവനവന്റെ ഓരോ ചൂടുള്ള ഏരിയയിലും തോട്ടമൊക്കെ നോക്കിയിട്ട്, തണുപ്പുള്ള ഏരിയ ചിലപ്പോൾ കുറച്ച് കാലം കൂടെ കിട്ടുമായിരിക്കാം. പക്ഷെ ഇച്ചിരി ചൂടൊക്കെ ഉള്ള ഏരിയയിൽ തലപ്പുഴ കയറാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ അങ്ങനെയുള്ളത് ചിലപ്പോൾ ഒരു 20 ദിവസം 22 ദിവസമൊക്കെ ഇടയ്ക്ക് മരുന്ന് അടിച്ചു കൊടുക്കേണ്ടി വരും. മരുന്നടിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്തൊക്കെയാണ്? ഉദാഹരണം ഒരു എന്തൊക്കെ മരുന്നുകളാണെന്ന് പറയാനുള്ളത്? നമുക്കിപ്പോ ഈ വേനക്ക് തണ്ടുവരപ്പിന് അല്ലേ, വേനക്ക് കൂടുതലും എല്ലാരും ഇപ്പൊ ഈ പറഞ്ഞ പോലെ ഈ പുതിയ ജനറേഷൻ മരുന്നുകളാണ് കൂടുതൽ ഉപയോഗിക്കുന്നത്. കാരണം അതിനാണ് ഈ ചൂടത്ത് കൂടുതൽ കുറച്ച് കാലം നീണ്ടു കിട്ടത്തുള്ളൂ. ഏകദേശം ഈ സിമോഡിസ് അത് കുഴപ്പമില്ല. പിന്നെ എന്താണ് നമ്മള് പുതിയ ഒരുപാട് മരുന്നുകളുണ്ട്. അലക്ടോ വരുന്നുണ്ട്. പിന്നെ ഇപ്പൊ അടുത്ത റൗണ്ട് നമ്മൾ പഠിക്കാൻ വെച്ച ബയറിന്റെ മക്കാവ് എന്ന് പറഞ്ഞിരുന്നു. അതുപോലെ തന്നെ ടാറ്റയുടെ സബ്മിറ്റ് കൊടുക്കാം. പിന്നെ ഇത് കൂട്ട് ബയറിന്റെ തന്നെ ഫെനസ്ക്യൂക്ക് അങ്ങനെയൊക്കെയുള്ള മരുന്നുകളൊക്കെ നമുക്ക് ഈ സമയത്ത് കൊടുക്കാം, ചൂട് കാലാവസ്ഥയിൽ. പിന്നെ ചൂടിനെ പിടിച്ചു നിർത്താൻ മെത്തലോ ബാക്ടീരിയ അത്യാവശ്യം ഒരു സ്യൂഡോമോണസും ബാസിൽ സബ്സ്റ്റൻസും ഒരു മെത്തലോ ബാക്ടീരിയകളും കൂടി സ്പ്രേ ചെയ്ത് കൊടുക്കുമ്പോൾ ഈ ശരമൊക്കെ ചെറിയൊരു ചൂടിന് ഒരു വാട്ടർ ഉണ്ടെങ്കിൽ അതിൽ ഒരു 10-15 ദിവസത്തേക്ക് അതിന്റെ ഒരു വാട്ടത്തിൽ നിന്നും ഒരു സ്ട്രെസ്സിൽ നിന്നൊക്കെ പിടിച്ച് മാറി നിന്നോളും. പിഞ്ചു പൊഴിച്ചിലും കാപൊഴിച്ചിലും ഒക്കെ ഒരു പരിധി വരെ ഈ ഇത് കൊടുക്കുന്നത് നല്ലതാണ്. ഇൻസെക്ടിസൈഡ് പ്രയോഗിച്ചതിന് ശേഷം എത്ര ദിവസങ്ങൾക്ക് ശേഷം അത് കൊടുക്കും? ഇൻസെക്ടിസൈഡ് പ്രയോഗിച്ച് നമുക്ക് അത്യാവശ്യം ഒരാഴ്ചത്തെ ഗ്യാപ്പ്, ഒരു 7 ദിവസം കഴിയുമ്പോഴത്തേക്ക് കൊടുക്കാം. ഏതാണോ ആദ്യം ചെയ്യാൻ പറ്റുന്നത് അതിനനുസരിച്ച്. തണ്ടുവരപ്പിന് മരുന്നടിക്കാറായിട്ടില്ലെങ്കിൽ നമുക്ക് ബയോ കൊടുത്തിട്ട് പിന്നെ സവാശം കൊടുത്താൽ മതി. അതായത് ഇപ്പൊ തണ്ടുവരപ്പിന് മരുന്നടിക്കാറായിട്ടുള്ളവർക്ക് തണ്ടുവരപ്പിന് മരുന്നടിച്ചിട്ട് ഒരു 6-7 ദിവസം കഴിയുമ്പോൾ ഈ സ്യൂഡോമോണസും ബാസിൽസും ഈ മെത്തലോയും കൂടെ കൂടി സ്പ്രേ ചെയ്ത് കൊടുക്കാം. 1/2 ലിറ്റർ 200 ലിറ്ററിന് 1/2 ലിറ്റർ സ്യൂഡോ, 1/2 ലിറ്റർ ബാസിൽസ്, 1/2 ലിറ്റർ മെത്തലോ. കുളിപ്പിച്ചടിച്ചിട്ട് അടിക്കാൻ പറ്റുന്നവർ കുളിപ്പിച്ചടിക്കുക. എല്ലാം പറ്റത്തത് ശരത്തിൽ മാത്രം ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്താലും പുതിയ ശരങ്ങളുടെ ഇങ്ങനെയുള്ള ഒരു ഫ്രഷ് ആയിട്ടുള്ള ശരങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് അങ്ങനെ തന്നെ നിലനിന്നുള്ളൂ. ഒരു 10 ദിവസത്തേക്കൊക്കെ ചൂടിനെ ഒരു പരിധി വരെ പിടിച്ചു നിൽക്കും. പുതിയ മഞ്ഞപ്പിഞ്ച് പോലുള്ള പൊഴിച്ചിലുണ്ടെങ്കിൽ അതിനെല്ലാത്തിനും ഉണ്ട്, എന്നാലും പോലും നമുക്ക് കുറവാണ്, വളരെ അപൂർവമാണ്. തന്നെ പല തോട്ടങ്ങളിലും ഒക്കെ നല്ല ഫ്രഷ് വെള്ളിയും കായും, അത്യാവശ്യം കായ് സെറ്റിങ്സ് ഉണ്ട്, പൊഴിച്ചിൽ കുറവാണ്. പക്ഷെ മറ്റൊരു കാര്യമുണ്ട്, ശരിക്കും ഈ ശരം ഉണങ്ങുന്നുണ്ട് പലതും. അതിപ്പോ എന്നാ വെച്ച് കഴിഞ്ഞാൽ ഈ എല്ലായിടത്തും എന്ന് പറഞ്ഞാലും കൂടുതൽ വെയിൽ കുത്തി അടിക്കുന്ന ഏരിയയിലാണ് അങ്ങനത്തെ പ്രശ്നങ്ങൾ കൂടുതൽ കാണുന്നത്. അത് ഈ വാട്ട ചെടിയും വാടുന്നുണ്ട്, ശരങ്ങളും വാടി പോകുന്നുണ്ട്. അപ്പൊ അത് ശ്രദ്ധിക്കണം. അല്ലാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം രണ്ടൊന്നും മഴയൊക്കെ കഴിയുമ്പോൾ ഒരുപാട് ശരങ്ങൾ അങ്ങനെ അങ്ങനെ കാണുന്നുണ്ട്. അത് എന്നാ വെച്ചാൽ പ്രധാനമായിട്ട് കൂടുതലും വെയിലടിക്കുന്ന ഏരിയയിൽ കൊണ്ടുപോയിട്ട് നമ്മള് ചെടിക്ക് അകത്ത് വെള്ളം ഉറപ്പായിട്ട് ഒഴിക്കുന്നുണ്ട്. അത് ചൂട് അടിച്ചു നിൽക്കുന്ന മണ്ണും കിഴങ്ങും എല്ലാം കൂടെ പിന്നെ അതിന്റെ അകത്ത് ഇരുന്ന പഴയ കിഴങ്ങൊക്കെ ചീഞ്ഞിട്ട് വീണ്ടും അതൊരു വാട്ടർ രോഗമായിട്ട് മാറിയിട്ട് കുറെ ചിമ്പുകൾ വാടി അതിങ്ങ് പെടന്നു പോകുന്നു. തട്ടമറച്ചിൽ പോലെ തന്നെ പെടന്ന് ചെടിന്ന് ഊരി പോരുന്ന പോലെയൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ ശരം തലക്കേന്ന് കീപ്പോട്ട് ഉണങ്ങി പോകുന്നുണ്ട്. അങ്ങനെ പോകുന്നുണ്ട് ഒത്തിരി ആളുകൾക്ക്. അങ്ങനെ അത് നമുക്ക് സാധാരണ മരുന്നടിക്കുന്ന കൂട്ടത്തിൽ തണ്ടുതുറപ്പിനും ഈ ചൊറിക്കും ഫംഗസിനും ഒക്കെ ചേർത്തടിക്കുന്ന കൂട്ടത്തില് അതിന്റെ കൂട്ടത്തിൽ തന്നെ നമ്മൾ പണ്ട് പറഞ്ഞ പോലെ തന്നെ ടാഗ്മേഷൻ അത് നന്നായിട്ടൊന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഈ വാടി നിൽക്കുന്ന വാട്ടവള്ളിക്കൊക്കെ ഒരു ഇതുണ്ട്. അങ്ങനെ കൂടുതലുള്ള ചെടിക്കകത്ത് അകത്ത് പിടിച്ചു കൊടുക്കുന്നത് നല്ലതായിരിക്കും. അത് 200 ലിറ്ററിന് എത്ര? 4 പൗച്ച്.